എത്ര വലിയ ഭാഗ്യവാന്മാരാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, വിരല് കുത്താനേ സ്ഥലമുള്ളൂ. സ്വഹാബാ, മലക്കുകൾ ഇറങ്ങി വന്നു. സ്വഹാബാ, നിങ്ങൾ ചരിത്രമെടുത്ത് വായിച്ചു നോക്കണോ. ഖബർ കുഴിക്കുന്ന മനുഷ്യൻ നോക്കുമ്പോ മണ്ണിന് സുഗന്ധമാ. സഅദ് തങ്ങളെ ഖബറടക്കാര് ഖബർ കുഴിക്കുമ്പോ മണ്ണിന് വല്ലാത്ത സുഗന്ധം, മണ്ണിന് വല്ലാത്ത പരിമളം. പടച്ചവരെ, ഖബർ കുഴിച്ചു കഴിഞ്ഞപ്പോ അവസാനം ഒരു പിടി മണ്ണ് വാരുകയാ. ഖബറിനടിയിൽ നിന്ന് ഒരു പിടി മണ്ണ് വാരി തന്റെ മടിയിൽ വെച്ചു. ആരും കാണാതെ ഒളിച്ചു വെച്ചു. ജനാസ ഖബറടക്കി. വീട്ടിൽ ചെന്നപ്പോ മണ്ണെടുത്ത് സൂക്ഷിച്ചു വെച്ചു. രാത്രിയാകുമ്പോ വീടിനകത്ത് വല്ലാത്ത സുഗന്ധമാ. എവിടെ നിന്നാ അല്ലാ ഈ സുഗന്ധം? എവിടെ നിന്നാ അല്ലാ? ഖബർ കുഴിക്കുന്ന മനുഷ്യൻ ചെന്ന് നോക്കുമ്പോ സഅദ് തങ്ങളുടെ ഖബറിനകത്ത് നിന്ന് വാരിക്കൊണ്ടുവന്ന മണ്ണുണ്ടല്ലോ, കസ്തൂരിയുടെ സുഗന്ധമാ. ചെറുപ്പക്കാരാ, കസ്തൂരിയുടെ സുഗന്ധമാ. പെങ്ങളെ, നിങ്ങളുടെ നാട്ടിലെ ഖബർ കുഴിക്കുന്നവനെ നിനക്കറിയുമെങ്കിൽ ചോദിക്കൂ. അപ്പാ, ആർക്കെങ്കിലും വേണ്ടി ഖബർ കുടിച്ചപ്പോ വല്ല അനുഭവവും ഉണ്ടായിട്ടുണ്ടോ? ചോദിച്ചു നോക്കടോ. എന്തിനാ പടച്ചവരെ, ശൈഖുനാടെ ഖബർ കുടിച്ചവരോട് ചോദിച്ചു നോക്കടോ. എന്റെ പ്രിയപ്പെട്ടവര്, ഈ ഖബർ കുടിച്ച മനുഷ്യന് സഅദ് തങ്ങളെ സ്വപ്നം കാണുകയാണ്. അവിടെ നിന്ന് ചോദിച്ചു, സഅദേ, എങ്ങനെയാ ഈ പ്രതിഫലം നിനക്ക് കിട്ടിയത്? എങ്ങനെയാ? അവിടെ നിന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? സുന്നത്ത് നോമ്പിനെ സ്നേഹിച്ചു, അല്ലാഹുവിന്റെ ഖുർആനിനെ സ്നേഹിച്ചു. അതിനു പകരം എന്റെ റബ്ബനിക്ക് തന്ന പ്രതിഫലമാ. അതുകൊണ്ട് വഅദ് കേൾക്കാമെന്നവരെ, അല്ലാഹുവിന്റെ ഖുർആനിനെ നിങ്ങൾ പരിഗണിക്കണേ, നിങ്ങൾ ബഹുമാനിക്കണേ, നിങ്ങൾ ആദരിക്കണേ. ഒന്നുമില്ലാതെ തുടരുത്. ആ ഖുർആൻ ഓതുന്നതിന്റെ ഇടയിൽ സംസാരിക്കരുത്. കിബിലയുടെ നേരെ ഇരുന്ന് വേണം ഓതാൻ. നൽകേണ്ട പരിഗണന നൽകു, നിസ്സാരമാക്കരുത്. അതിനെ നിങ്ങൾ അവഗണിച്ച അല്ലാഹുവിന്റെ ഖുർആൻ ഓതുന്നത് കേട്ടാ നിങ്ങൾ ബഹുമാനിക്കണേ, നിങ്ങൾ പരിഗണിക്കണേ, നിങ്ങളത് ഉൾക്കൊള്ളണേ. ഇല്ലെങ്കിൽ അല്ലാഹു നിന്നെ നാളെ പരലോകത്ത് നിന്നനാക്കി കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ.